ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഇവിടെ രണ്ടും പറയാണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നലെ നമ്മുടെ മണ്ണാർശാല ആയില്യമായിരുന്നു അല്ലേ? എല്ലാവരും പൂജയൊക്കെ കഴിച്ചു എന്ന് വിചാരിക്കുന്നു. അമ്പലങ്ങളിലേക്ക് പോയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാ കൊല്ലം പോലെ തന്നെ നമ്മളും മണ്ണാർശാല ആയില്യത്തിൻ്റെ ദിവസം ഞാൻ രാവിലെ നേരത്തെ തന്നെ ഭഗവാന് പാല് വെച്ചിട്ടുണ്ടായിരുന്നു നാഗത്താന്മാർക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വലിയൊരു ഓർഡർ ഉണ്ട്. അതായത് ഒരു 40 പേർക്കുള്ള പനീർ മഖ്നി ഉണ്ടാക്കണം. അതേമാതിരി തന്നെ എന്താണ് പറയുക, ഒരു സ്റ്റാർട്ടർ ഉണ്ടാക്കണം, നമ്മുടെ മഞ്ചൂരിയൻ ബോൾസ് ഉണ്ടാക്കണം, പിന്നെ നമ്മുടെ ഹരാബര കബാബ് വന്നിട്ട് വറക്കാതെ അവർക്ക് വേണം, അവരപ്പം വറുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും പനീർ മഖ്നി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കുന്നത് കൊണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും പനീർ മഖ്നി, പനീർ ബട്ടർ മസാല എന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ് അല്ലേ? അപ്പോൾ ഞാനൊരു 40 പേർക്കാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ ഞാൻ അളവ് പറയാം. പനീർ മഖ്നി വേറെ, പനീർ ബട്ടർ മസാല വേറെ. ഓക്കെ, സോ പനീർ മഖ്നി എന്ന് പറയുന്നത് വളരെ സിൽക്കി സ്മൂത്ത് ആയിട്ടുള്ള രീതിയിൽ ഉള്ള ഒരു ഗ്രേവിയാണ്. മഖ്നി ഗ്രേവി തന്നെ ഭയങ്കര സിൽക്കി സ്മൂത്ത് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കോമ്പിനേഷനും പനീർ ബട്ടർ മസാലയുടെ കോമ്പിനേഷനും അതേമാതിരി തന്നെ ചിക്കൻ മഖ്നി ആൻഡ് ചിക്കൻ ബട്ടർ ചിക്കൻ ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇന്ന് വരൂ നമുക്ക് കാണാം പനീർ മഖ്നി. അതിന് ഞാൻ ഇവിടെ 40 പേർക്ക് എന്നുള്ളതുകൊണ്ട് ഞാനൊരു 3 കിലോ തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു 6 തക്കാളി എടുത്തോളൂ. അര സവോള എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അര സവോളയും 6 തക്കാളിയും. എന്നിട്ട് നമ്മളൊരു പാത്രത്തിൽ ആദ്യം അരക്കപ്പ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് പട്ട, ഗ്രാമ്പ്, ഏലക്ക, വയനയില, വലിയ ഏലക്ക, അതേമാതിരി തന്നെ ഒരു കഷ്ണം ബട്ടർ അത് അതിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഒരു നിങ്ങളുടെ കണക്ക് പ്രകാരം ഒരു 2 അല്ലി വെളുത്തുള്ളി. ഓക്കെ, എൻ്റെ കണക്ക് നോക്കണ്ട, പക്ഷേ ഞാൻ പറയണത് ശ്രദ്ധിക്കുക. അപ്പോൾ 6 തക്കാളി, അര സവോള, എന്താണ് പട്ട, ഗ്രാമ്പ്, ഏലക്ക എല്ലാം ഇട്ടു, എന്താണ് ബട്ടർ ഇട്ടു. അതേമാതിരി തന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇടുക. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു 1.5 പിടിയോളം അണ്ടിപ്പരിപ്പ് ഇടുക. എന്നിട്ട് ഈ മുറിച്ച് വെച്ചിട്ടുള്ള തക്കാളി, അതേമാതിരി തന്നെ സവോള. അപ്പോൾ ഞാൻ 3 കിലോ സവോളയ്ക്ക് അതായത് 3 കിലോ തക്കാളിക്ക് 2 സവോള യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ 6 തക്കാളിക്ക് അര സവോള യൂസ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ, അതും എക്സ്ട്രാ റെഡ് എന്നുള്ള രീതിയിലുള്ളത് എന്തായാലും ഉപയോഗിക്കണം. ബിക്കോസ് നമ്മൾ ആർട്ടിഫിഷ്യൽ കളേഴ്സ് യൂസ് ചെയ്യുന്നില്ല. അത് ഞാനൊരു വലിയ സ്പൂണിന് 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒരു വലിയ സ്പൂണിന് 1 സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അര സ്പൂണ് മല്ലിപ്പൊടി. അപ്പോൾ ഒരു പൊടിക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. മല്ലിപ്പൊടി ജാസ്തി കാണരുത്. അടച്ചു വെച്ച് വേവിക്കുക. അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ നന്നായിട്ട് തക്കാളിയൊക്കെ അതിന്നൊക്കെ വെള്ളം വരും. എല്ലാം വന്ന് നല്ലപോലെ അതൊന്ന് ആവട്ടെ, നന്നായി വേവണം കേട്ടോ. വെന്ത് കഴിയുന്ന സമയത്ത് നമ്മുടെ മെയിൻ ടാസ്ക് എന്ന് നോക്കുകയാണെങ്കിൽ ഈ ഇട്ട് കൊടുത്തിരിക്കുന്ന വയനയില, അതേമാതിരി തന്നെ മറ്റേ പട്ട, ഗ്രാമ്പ് ഒക്കെ ഹോൾ മസാല ഉണ്ടല്ലോ, ഇത് മുഴുവൻ അതൊന്ന് പെറുക്കിയെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു തുണിയിൽ കെട്ടിയിട്ടിടാം. പക്ഷേ തുണിയിൽ കെട്ടിയിട്ടിടുമ്പോൾ എനിക്കെന്തോ ആ മസാലയുടെ ഫ്ലേവർ അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങി പോവാത്തതുപോലെ തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാനത് കംപ്ലീറ്റ് ആയിട്ട് നുള്ളിപ്പെറുക്കി എടുക്കാറ് തന്നെയാണ് പതിവ്. അപ്പോൾ ഇതൊരു ഇത്തിരി മെനക്കെട്ട പണിയാണ്. അത് കഴിഞ്ഞതിന് ശേഷം പക്ഷേ നമുക്കിത് കൂടെ അരയാൻ പാടില്ല. അപ്പോൾ ഇതെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഫൈൻ ഗ്രേവി ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ മിക്സിയിൽ അരച്ചെടുക്കണം. അരച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ഒരു കേറ്ററിംഗ് സീവാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് നോർമൽ അരിപ്പയിൽ വെച്ചിട്ട് നല്ല പോലെ അരിച്ചെടുക്കണം. 2-3 പ്രാവശ്യം അരിച്ചെടുക്കണം. ബിക്കോസ് നമുക്ക് വേണ്ടത് മഖ്നി ഗ്രേവിയാണ്. മഖ്നി ഗ്രേവിയിൽ ഒരു തരി പോലും കാണാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി സോഫ്റ്റ് ആൻഡ് സിൽക്കി ഇതുപോലെ. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പാത്രം വയ്ക്കുക. അതിലേക്ക് വീണ്ടും 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് വലിയൊരു ബ്ലോക്ക് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്നറിയോ? ഞങ്ങളുടെ ഭാഷയിൽ ഞങ്ങൾ പറയുന്നത് വി ആർ ഗോയിങ് ടു ബ്ലീഡ്.
ഓക്കെ. സോ വി ആർ ഗോയിങ് ടു ബ്ലീഡ് ദ ചില്ലി പൗഡർ. അപ്പോൾ നല്ല കളറ് വരുന്നത് കാശ്മീരി ചില്ലി പൗഡറിനെ ബട്ടറിലും വെള്ളവും കൂടി കലർന്നിട്ട് അത് തിളയ്ക്കുമ്പോൾ നല്ല പോലെ ചില്ലി പൗഡർ ബ്ലീഡാവും. ഓക്കെ. അപ്പോൾ ആ കളർ വരും. അതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി തിളയ്ക്കുമ്പോൾ ആ ബ്ലീഡിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ. അതല്ലാതെ നമ്മൾ ആർട്ടിഫിഷ്യൽ കളേഴ്സ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ, നമ്മുടെ നാവിൽ ഒക്കെ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ടുള്ള രീതിയിൽ കളർ വരും. അതില്ലാതിരിക്കാനാണ് നമ്മളിങ്ങനെ ബ്ലീഡ് ചെയ്യുന്നത്. ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് പനീരിട്ട് കൊടുക്കുക. നിങ്ങൾ ഒരു പാക്കറ്റ് പനീരിട്ട് കൊടുത്തോളൂ. ഞാനിവിടെ 40 പേർക്ക് എന്ന് പറയുമ്പോൾ ഒരു 4 കിലോ പനീർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനെ നല്ല പോലെ ആ മുളക് പൊടിയിലേക്ക് മിക്സ് ചെയ്യുക. ഓക്കെ. നന്നായി മിക്സ് ചെയ്തിട്ട് അതിനെ അതിലേക്ക് എന്താ പറയുക, എല്ലാവിടെയും ഒന്ന് ചൂട് തട്ടണ പോലെ ഒന്ന് ആക്കി വെച്ചിട്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ലൈക്ക് എന്തോ അതൊരു മെനക്കെട്ട പണിയാണ്. ഒരു മെനക്കെട്ട പണിയില്ല. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാവുന്നതാണ്. ഈ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഗ്രേവി അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് അതും കൂടി കിടന്ന് നന്നായി തിളയ്ക്കട്ടെ. നന്നായി തിളയ്ക്കുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ കസൂരി മേത്തിയാണ് ഇട്ട് കൊടുക്കുന്നത്. കസൂരി മേത്തി എപ്പോൾ ഇട്ട് കൊടുക്കുമ്പോഴും നമ്മൾ കൈകൊണ്ട് നന്നായി പൊടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അതല്ലാത്ത പക്ഷം അതിൻ്റെ ഫ്ലേവർ ഇറങ്ങില്ല. അപ്പോൾ ഇത് നല്ല പോലെ മിക്സ് ചെയ്ത് ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കുക. ഓക്കെ. പിന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം എങ്ങനെയുണ്ട് എന്ന്. കുഴപ്പമില്ല, വീണ്ടും ഡോക്ടറെ കാണേണ്ടിയൊക്കെ വന്നു. ബിക്കോസ് അത് മാറാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ആൻറ്റിബയോട്ടിക്സൊക്കെ ഇപ്പോഴും ഉണ്ട്, പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതൊക്കെ ആലോചിച്ചിട്ട് അങ്ങോട്ട് നമ്മൾ മിണ്ടാണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ മടിച്ചിട്ട് അങ്ങേ അറ്റാവും. സോ എനിക്ക് ഈ വലിയ കാര്യമൊന്നുമില്ല. സോ ഞാൻ എൻ്റെ പണി തുടങ്ങുകയാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ഇതിലേക്ക് കുക്കിംഗ് ക്രീമൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല ഒരു പനീർ മഖനി റെഡിയാണ്. ബിക്കോസ് ഇതൊക്കെ ആചരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ശരി, വയ്യായ വന്നു കിടക്കേണ്ട സമയം വരയ്ക്കും കിടക്കുക. അത് കഴിഞ്ഞാലൊക്കെ എണീക്കണം. അല്ലെങ്കിൽ ബോഡിക്ക് മടി പിടിച്ച് തുടങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ഒരു രക്ഷയുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ സ്വഭാവത്തിൽ എനിക്ക് കിടക്കാൻ തീരെ താല്പര്യമില്ല. അങ്ങേ ആറ്റാൻ ഗതി കെട്ടാൻ മാത്രമേ ഞാൻ കിടക്കാറുള്ളൂ. അതേമാതിരി ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഉച്ചയ്ക്ക് ഉറങ്ങാൻ സമയം കിട്ടാറുണ്ടോ എന്ന്. ഇല്ല, ഉറങ്ങാനൊന്നും ഒട്ടും സമയം കിട്ടില്ല. പിന്നെ ഒന്നാമത്തെ കാര്യം ഞാൻ ഉറങ്ങാറുമില്ല. അങ്ങനെ നമ്മുടെ പനീർ മഖനിയൊക്കെ നമ്മൾ റെഡിയാക്കി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ മഞ്ചൂരിയൻ ബോൾസിൻ്റെ ഓർഡറും അവർ തന്നിട്ടുണ്ടായിരുന്നു. സോ അതും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഇതെല്ലാം അവർക്ക് കൊടുത്ത് അയച്ചതിന് ശേഷം നമുക്ക് ബേസിക്കലി വൈകുന്നേരത്തെ സന്ധ്യയ്ക്കുള്ള പൂജ റെഡിയാക്കണം, എല്ലാവരുടെയും വൃത്തിയാക്കണം, ഞാൻ കുളിക്കണം. എന്നിട്ട് നമുക്ക് നാഗത്താന്മാർക്ക് വൈകുന്നേരത്തെ പൂജയ്ക്ക് പാൽപ്പായസം റെഡിയാക്കണം. അപ്പോൾ ഇതൊക്കെ അതിന് മുമ്പ് തന്നെ ഞാൻ കൊടുത്തയക്കണം. അവരൊരു 3:30 മണിക്ക് വന്ന് കളക്ട് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒരു 3 മണിയാകുമ്പോഴേക്കും അവർക്ക് മെസ്സേജ് അയച്ചു, നിങ്ങളുടെ സംഭവങ്ങളൊക്കെ റെഡിയാണ്, പാക്ഡാണ്, വന്ന് എടുത്തിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചു. എല്ലാവരും 3-4 പ്രാവശ്യമാണത്രേ ഡോക്ടർമാരെ കാണാൻ പോകുന്നത്. ഇതൊരു മാറാതെ തന്നെ. എന്താ വെച്ചാൽ അത്രയും സമയം എടുത്തിട്ടാണ് തോന്നുന്നു ഇത് മാറുന്നത് കേട്ടോ. ഒരു കോവിഡാണോ ഇൻഫ്ലുവൻസ ആണോ എന്നൊന്നും ചോദിച്ചാൽ അറിയാത്തൊരവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുന്നു, എത്ര നെബുലൈസേഷൻ അവിടെ ചെയ്യുന്നു, വീട്ടിൽ ചെയ്യുന്നു, ഒന്നും പറയണ്ട. ഒരു ഭാഗത്ത് കൂടെ അതൊക്കെ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഇന്നൊരു ഭാഗത്ത് അവനവൻ്റെ ജോലിയും കാര്യങ്ങളും നടക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഗോയിങ് ഓൺ. കുഴപ്പമില്ല, റിക്കവറി ആയിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇനിയും നമ്മൾ നമ്മുടെ ബോഡിക്കും നമ്മുടെ മൈൻഡിനും അയ്യോ വയ്യ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അയ്യോ വയ്യായ തന്നെ വീട്ടിലുണ്ടാവുള്ളൂ. ഒരുപാട് ആൾക്കാർക്ക് പറ്റുന്ന തെറ്റ് അവിടെയാണ്. ഒരു പ്രാവശ്യം ദേഹത്തിനോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ വയ്യാന്ന് പറഞ്ഞ് നമ്മൾ കിടന്നു എന്ന് നമ്മളുടെ ബോഡിക്ക് നമ്മൾ ഇതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അങ്ങനെ തലയിൽ അതും കൊണ്ട് നടക്കുകയാണ്. എനിക്ക് വയ്യ. ആ ഒരു എനിക്ക് വയ്യ എന്ന് പറയുന്നത് തന്നെ എന്താ പറയുക, ഒരു എരണക്കേടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഒരു നെഗറ്റിവിറ്റിയെ നിങ്ങൾ വലിച്ചു കൂട്ടുകയാണ്.
ശരി, ബോഡിക്ക് വയ്യ, ബോഡി നമ്മൾക്ക് റെസ്പോണ്ട് ചെയ്തു. ഓക്കെ, നിങ്ങൾ വയ്യ, ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യൂ എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്സിലേറ്റർ കൊടുത്ത് അങ്ങോട്ട് പോകാൻ നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ വയ്യായിയും ഈ ക്ഷീണവും ഏത് സമയത്ത് നോക്കിയാലും ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. വിനിയെ വയ്യ അമ്മ. ഈ വയ്യാമെന്ന് പറയുന്നത് തന്നെ എത്ര വലിയൊരു പ്രശ്നമാണ്. ഒന്നൊന്ന് എണീറ്റ് നോക്കൂ, ഒന്നൊന്ന് എനർജറ്റിക് ആയി നോക്കൂ, ഒന്ന് പോസിറ്റീവ് വൈബ്രേഷൻ ലൈഫിൽ കൊണ്ടുവന്ന് നോക്കൂ. യു വിൽ ഫീൽ എ ഡിഫറൻസ്. ആ നെഗറ്റിവിറ്റിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കാതെ നിങ്ങളൊന്ന് ചേഞ്ച് വരുത്താൻ നോക്കൂ. എത്ര വലിയ അസുഖങ്ങളാണെങ്കിലും നമ്മുടെ പോസിറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ബോഡി റെസ്പോണ്ട് ചെയ്യുക. അതാണ് എൻ്റെ പോളിസി. സോ ഫൈനലി നമ്മളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് കറക്റ്റായിട്ട് വെച്ചു. 3 o'clock 2:45 to 3 ആകുമ്പോഴേക്കും തന്നെ ഞാൻ അവരെ ഫോൺ ചെയ്തു. അവർ വന്നു. അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഞാൻ വീടൊക്കെ വൃത്തിയാക്കി. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയി കുളിച്ചു. വൈകുന്നേരം ഭഗവാന് പാൽപ്പായസം വെച്ചു, നാഗത്താന്മാർക്ക് പാൽപ്പായസം വെച്ചു, നാമങ്ങൾ ചൊല്ലി. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിലേക്ക് വിളിച്ച അമ്മയുടെ അടുത്തും എല്ലാവർക്കും പൂജാമുറിയൊക്കെ കാണിച്ചു കൊടുത്തു. എന്താ വെച്ചാൽ എല്ലാപ്പോഴും നമ്മൾ ഇങ്ങനെ വല്ല നല്ല ദിവസങ്ങളാണെങ്കിൽ ഞാൻ അമ്മയ്ക്ക് ഡയറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെ പൂജാമുറിയൊക്കെ കാണിച്ചു കൊടുക്കാറുണ്ട്. ഞാൻ ചെയ്ത അലങ്കാരമൊക്കെ കാണിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ നല്ലൊരു രീതിയിൽ ആ ദിവസം അങ്ങോട്ട് തീർന്നു. നിങ്ങളും ഇതേപോലെ തന്നെ നല്ലൊരു പോസിറ്റിവിറ്റിയോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യൂ. ഓക്കെ.